അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചക്കറിയൊന്നും വീട്ടിൽ ഇല്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അടിപൊളി ടേസ്റ്റ്. വേറെ ഒരു കറിയും വേണ്ട. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണയിൽ ഇത് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടുന്നത്. അത് മാത്രമല്ല, നല്ലെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ ഇത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. ഇപ്പൊ ദാ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ കടുക് മുഴുവനും ദാ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളകും 4 ചെറിയ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പൊ മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 25 വെളുത്തുള്ളി അല്ലികൾ തൊലിയെല്ലാം മാറ്റി നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ എടുക്കുന്നത് വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ 2ആയിട്ട് മുറിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ദാ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെളുത്തുള്ളിയുടെ കളറൊന്നും മാറാൻ നിൽക്കരുത്. ഈ ഒരു രീതിക്ക് വേണം എടുക്കാൻ വേണ്ടിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കാം. ചെറിയ ഉള്ളിയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പൊ ഞാൻ 30 ചെറിയ ഉള്ളി തൊലിയെല്ലാം മാറ്റി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കായപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി അടുത്തതായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. ഇപ്പൊ കറിവേപ്പിലയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഈർപ്പൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു മൺചട്ടി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കൈപിടിക്ക് 2 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്നും ഒഴിക്കാതെ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. എന്നാൽ പിന്നെ കറിവേപ്പില മുഴുവനും മൊരിഞ്ഞു കിട്ടാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പൊ കറിവേപ്പില എല്ലാം ദാ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും പൊടിഞ്ഞു വരുന്നത്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി വറുത്തെടുത്ത കറിവേപ്പില ഈ മൺചട്ടിയിൽ തന്നെ വെച്ചിരിക്കരുത്. ഈ മൺചട്ടിയുടെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ കറിവേപ്പിലയുടെ ചൂടെല്ലാം ദാ മാറിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കൈ കൊണ്ട് പൊടിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ചൂടുമാറിയ കറിവേപ്പില മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇതാ കറിവേപ്പില പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചേ കാണുള്ളൂ. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ച കറിവേപ്പില പൊടിയാണ്. ഇത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. കറിവേപ്പില പൊടി കരിഞ്ഞ് ഇതിന്റെ ടേസ്റ്റ് മാറി ഒരു കയ്പ് രസമായിട്ട് മാറും. അപ്പൊ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ദാ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. അപ്പൊ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാശ്മീരി മുളക് പൊടിയിൽ അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇപ്പം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോ 4 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ തക്കാളി മുഴുവനും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തക്കാളി എല്ലാം ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. തക്കാളി അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കരുത്. തരിതരിപ്പായിട്ട് വേണം ഈ തക്കാളി ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഈ ഒരു രീതിക്ക് വേണം തക്കാളി അടിച്ചെടുക്കാൻ. ഇനി നമ്മൾ അടിച്ചെടുത്ത തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു കുറുകിയ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇനി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇനി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് പുളിയാണ്. ഞാനിപ്പോൾ നെല്ലിക്ക വലുപ്പത്തില് പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി കൂടി പോകരുത്. ഇതിൽ തക്കാളി ചേർത്തത് കൊണ്ട് തക്കാളിയിൽ നിന്നുള്ള പുളിയുണ്ട്. അപ്പൊ പുളി എടുക്കുമ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വേണം പുളി എടുക്കാൻ വേണ്ടിയിട്ട്. തക്കാളി കൂടുതലും പുളി കുറച്ചും വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി പുളി പിഴിഞ്ഞെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെച്ചിരിക്കുക. അപ്പൊ പുളി കുതിർന്ന് കിട്ടും. ഇനി കൈവച്ച് നല്ലതുപോലെ ഞരടിയെടുക്കുക. ഇനി പുളിയുടെ കൊത്ത് നമുക്ക് വേണ്ട. ഈ പുളിയുടെ കൊത്ത് നമുക്ക് മാറ്റാം. ഇപ്പൊ പുളിവെള്ളം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഇപ്പൊ കുറച്ച് ലൂസ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയ്ക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിപ്പോ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ലതുപോലെ കുറുകി എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പൊ കറിവേപ്പിലയുടെ ചവർപ്പും ആ തക്കാളിയുടെ പുളിയും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്. പച്ചക്കറിയൊന്നും വീട്ടിൽ ഇല്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിവേപ്പില വെച്ചിട്ടുള്ള കറിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും അതുപോലെ തന്നെ ചോറിന്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ്. ഇഡ്ഡലി, ദോശ, അപ്പം എല്ലാത്തിന്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ നല്ല ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അടിപൊളി ടേസ്റ്റ്. വേറെ ഒരു കറിയും വേണ്ട. ഈ ഒരു കറി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കറിയാണ്. ഈ കറി നല്ലതുപോലെ ചൂട് മാറിയതിനു ശേഷം കുപ്പികളിലാക്കി അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതാ ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കറി മാത്രം മതി. ഇപ്പൊ ചൂടൊക്കെ മാറിയ നല്ല കുറുകിയ കറിയും ഇതാ എടുത്തിട്ടുണ്ട്. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും. ഇനി ഇതൊന്ന് കുഴച്ച് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്